ഹലോ അങ്ങനെ എക്കോ പടം കണ്ടു കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷേ കിഷ്കിന്ദ കാണ്ഡം കണ്ട ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. ആൻഡ് ദേ ഡിഡ് നോട്ട് ഡിസപ്പോയിൻറ്റ് ഗൈസ്. പടത്തെക്കുറിച്ച് എന്താണ് പറയണത്? ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട് ഈ പടത്തിനെക്കുറിച്ച്. ഓരോ ഡീറ്റെയിലും ഈ പടത്തിനെക്കുറിച്ച് പറയണം. ഇത് ഷോർട്ട് റിവ്യൂ ആണ്. കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് പടത്തിൻ്റെ ഡയറക്ഷനെ കുറിച്ച് തന്നെ പറയാം. ധൻജിത്ത് അടിപൊളി ഡയറക്ഷനാണ് കേട്ടോ. യു ഹാവ് പ്രൂവ്ഡ് മാൻ, യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. ബാഹുൽ രമേശാണ് എഴുതിയത്. അദ്ദേഹം തന്നെയാണ് സിനിമാറ്റോഗ്രഫി. പിക്ചറൈസേഷൻ ഒന്ന് കാണേണ്ട തന്നെയാണ് കേട്ടോ. നമ്മുടെ കേരളമൊക്കെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആണെന്ന് ഇതേപോലുള്ള മൂവീസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്പെഷ്യലി അപ്രിസിയേഷൻ ആണ് ആർട്ടിന്, അതേപോലെ തന്നെ മ്യൂസിക്കിന് കേട്ടോ. ഇനി നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നരേനാണെങ്കിലും ആ പുതിയൊരു പെങ്കൊച്ചിൻ്റെ പേര് നോമിൻ അങ്ങനെയാണ് പേര്. ഷീ വാസ് ഓൾസോ സ്പ്ലെൻഡിഡ്. അതേപോലെ തന്നെ സന്ദീപിൻ്റെ അഭിനയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ വരുമ്പോഴത്തേക്ക് മൈ ഗോഡ് ഗൂസ് ബംസ് തന്നെയായിരുന്നു കേട്ടോ. പടത്തിൻ്റെ സ്റ്റോറി ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇത് സ്റ്റോറി പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യണം. പടത്തിനകത്ത് ത്രില്ലറുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഗൂസ് ബംസ് ഉണ്ട് ചില സീൻസിനകത്ത്. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഇൻ്റലിജൻറ്റ് മൂവിയാണ് ഞാൻ കണ്ടത് കേട്ടോ. അത് മലയാളത്തിൽ നിന്നായതുകൊണ്ട് ഐ ആം സോ പ്രൗഡ്. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് എടുത്തു പറയണം. ബിനു പപ്പു ആണെങ്കിലും, വിനീതൊക്കെ ചെറിയ റോളിലേ ഉള്ളൂ, പക്ഷേ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. ആനിമൽ മൂവിയിലെ സച്ദേവ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്, പക്ഷേ ഹി ഹാസ് ഓൾസോ ഡൺ ആൻ അമേസിംഗ് വർക്ക്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രീഗിങ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഡോഗ്സ് തന്നെയാണ് കേട്ടോ. ഇതിനകത്തുള്ള ഡോഗ്സിനെ ക്യാപ്ചർ ചെയ്തേക്കുന്നതും ഡോഗ്സിൻ്റെ ആ ഓരോ ഷോട്ട്സും സ്പ്ലെൻഡിഡ്. ഈ പടത്തിന് ഞാൻ 5-ൽ 4.5 കൊടുക്കുന്നു. ഇതേപോലുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലെവർ മൂവീസ് മലയാളം ഇൻഡസ്ട്രിയിൽ ഇനിയും വരട്ടെ. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.